16 വർഷം തളർന്നു കിടന്നു. ആരുമില്ലാത്ത അമ്മയെ ഏറ്റെടുത്ത അമ്മ വീട്. നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. സ്മിത ഇനി കരുണാലയം അമ്മ വീടിന്റെ സംരക്ഷണ ചിറകിൽ. എഴുന്നേൽക്കാനോ സ്വന്തം കാര്യങ്ങൾ നോക്കാനോ കഴിയാതെ 16 വർഷമായി തളർന്നു കിടക്കുകയായിരുന്നു. ആകെയുള്ള 2 പെൺമക്കളെ ആര് സംരക്ഷിക്കും എന്നറിയാതെ സങ്കടക്കടലിൽ വീണുപോയ ഈ അമ്മയ്ക്ക് സഹായഹസ്തവുമായി എത്തിയത് ജീവകാരുണ്യ പ്രവർത്തകൻ കരുണാലയം അമ്മ വീട് ചെയർമാൻ അബ്ദുൾ അസീസാണ്. സ്മിതയെ ഏറ്റെടുത്ത കരുണാലയം അവരെ തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മെഴുവേലി ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിലെ അക്ഷയ് ഭവൻ ജയന്റെ ഭാര്യയാണ് തളർന്നു കിടപ്പായ സ്മിത. സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാനാവാതെ അമ്മ തളർന്നു കിടക്കുമ്പോൾ കുട്ടികൾക്ക് സംരക്ഷകനാകേണ്ട അച്ഛൻ രാത്രി മുഴുവൻ ഉപദ്രവിക്കാൻ ചെന്നുവെന്ന് പറഞ്ഞ് പുലർച്ചെ അവർ അഭയം തേടിയെത്തിയത് CDS ചെയർപേഴ്സൺ രാജി ദാമോദരന്റെ വീട്ടിൽ. രാജി ജില്ലാ കുടുംബശ്രീ മിഷനുമായി ബന്ധപ്പെട്ട് സ്നേഹിത കോളിംഗ് ബെല്ലിന്റെ കുറുമ്പാലയിലെ കേന്ദ്രത്തിലേക്ക് കുട്ടികളെ മാറ്റി. ഈ കുടുംബത്തിന്റെ ദയനീയ സ്ഥിതി വ്യക്തമാക്കുകയാണ് പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BS അനീഷ് മോൻ. സ്വന്തമായി സ്വയം എഴുന്നേറ്റ് നിൽക്കാനോ പ്രാഥമിക കൃത്യങ്ങളൊന്നും സ്വയം ചെയ്യാനോ കഴിയാത്ത ഒരു സ്ഥിതിയാണ്. പ്രായപൂർത്തിയായ 2 പെൺകുട്ടികളുണ്ട്. അവരെ പോലും സംരക്ഷിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിൽ അമ്മയെന്ന നിലയിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ആതുരാലയങ്ങളുടെ അല്ലെങ്കിൽ അനാഥാലയങ്ങളുടെ സംരക്ഷണത്തിൽ മാത്രമേ ഇനി തുടർന്ന് പോകാൻ കഴിയൂ. ഇന്ന് മെഴുവേലി ഗ്രാമപഞ്ചായത്തിലെ CDS ചെയർപേഴ്സൺ CDSൽ ഈ 2 പെൺകുട്ടികളും അഭയം തേടി എത്തുകയും CDSൻ്റെ ചെയർപേഴ്സൺ ശ്രീമതി രാജി ദാമോദരൻ ഈ വിഷയത്തിൽ ഇടപെട്ട് ജില്ലാ കുടുംബശ്രീ മിഷനുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ തുടർന്നുള്ള സംരക്ഷണത്തിനാവശ്യമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ അമ്മയെ സംരക്ഷിക്കാൻ യാതൊരു സംവിധാനവുമില്ല. CDS ചെയർപേഴ്സൺ രാജി ദാമോദരൻ. പ്രായപൂർത്തിയായ 2 കുഞ്ഞുങ്ങളാണ് ഇവർക്കുള്ളത്, അക്ഷയയും അഫയും. ഇവരെ അച്ഛൻ ഇന്നലെ രാത്രി മുഴുവൻ ഉപദ്രവിക്കാൻ ചെന്നു എന്ന് പറഞ്ഞ് ഇവർ രാത്രിയിൽ ഉറങ്ങാതിരിക്കുകയും രാവിലെ നമ്മളുടെ അടുക്കൽ വരികയും നമ്മൾ അവർക്ക് സ്നേഹിത കോളിംഗ് ബെല്ലിൻ്റെ സഹായത്തോടു കൂടി ഇവരെ സ്നേഹിത പന്തളം കുരമ്പാല സെൻറ്ററിലേക്ക് മാറ്റുകയുമാണ്. 48 വയസ്സുള്ള സ്മിത ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ കഴിക്കുമെന്നല്ലാതെ നിരങ്ങി നീങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. മെഴുവേലി പഞ്ചായത്തിന്റെ പാലിയേറ്റീവ് കെയർ പരിചരണത്തിലാണ് അവർ ജീവിച്ചു വന്നത്. കരുണാലയം ചെയർമാൻ അബ്ദുൾ അസീസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BS അനീഷ് മോൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആൾക്കാർ ചുമന്നാണ് സ്മിതയെ മല കയറി വാഹനത്തിന് സമീപം എത്തിച്ചത്. ഒരു നാടിന്റെ ആകെ വേദനയായിരുന്ന സ്മിതയ്ക്ക് ഇനി മനസ്സമാധാനത്തോടെ കഴിഞ്ഞുകൂടാം. ന്യൂസ് ബ്യൂറോ, കിടങ്ങന്നൂർ. ലോകപ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏക സ്ഥാപനം. കഴിഞ്ഞ 3 തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ, ഭാവത്തിൽ, അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു. ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ്. കോൺടാക്ട് നമ്പർ 9947164872, 9947825232.